വൈഫ് നാട്ടിൽ പോകുമ്പോൾ എന്നോട് ഒറ്റ കാര്യം ചോദിച്ചു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഉമ്മയാണെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞാൽ ഓക്കെ നിൻ്റെ വരുമ്പോൾ നിൻ്റെ ഉമ്മാനെയും കൊണ്ട് ഞാൻ വരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഉമ്മാനെയും കാത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവർ വരുന്നതും കാത്തിട്ട് ആ ഡേ ആയി. എൻ്റെ ഉമ്മ അവിടെ എത്തി. എൻ്റെ ഉമ്മാനെ കൊണ്ടുവരാമെന്ന് വാക്ക് പറഞ്ഞ എൻ്റെ വൈഫ് ഉണ്ടല്ലോ, എൻ്റെ ഉമ്മാനെയും കൊണ്ട് വന്നു. ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, ഒന്നും പറഞ്ഞാലൊന്നും ആൾക്കാർക്ക് മനസ്സിലാവില്ല. കാരണം അതൊന്നും അനുഭവിച്ചറിയണം. 6 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ ഉമ്മനെ എൻ്റെ വൈഫ് കൊണ്ടുവരുന്നുണ്ടല്ലോ, ആ ഒരു സീന് ഒക്കെ ഉണ്ടല്ലോ അനുഭവിച്ചറിയണം. കാരണം വെച്ചാൽ ആ ഉമ്മാനെ കാണുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 6 വർഷമായിട്ട് ഞാൻ നാട്ടിൽ പോകാതെ ഞാൻ കുറച്ച് എൻ്റെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാനിവിടെ അകപ്പെട്ടത്. ഉമ്മാനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്ത് അന്നൊക്കെ തന്നെ ഞാൻ എന്ത് ചെയ്ത് ഗ്ലോബൽ വില്ലേജിൽ പോയി. ഞാൻ പറഞ്ഞു ഗ്ലോബൽ വില്ലേജ് പോകാം. ഗ്ലോബൽ വില്ലേജ് അവിടെ തന്നെ കൊണ്ടുപോയി. ഗ്ലോബൽ വില്ലേജിൽ തന്നെ ഞാൻ ഉമ്മാനെ നല്ല ഉഷാറായി. അമ്മ വിളിച്ചു, ഉമ്മ എനിക്ക് എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചു. അമ്മ പറഞ്ഞു നമ്മൾ ഐസ്ക്രീം കഴിച്ചാലോ. ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ ആയിരുന്നു. ഞങ്ങൾ ഐസ്ക്രീമും തപ്പിക്കാണ്ട് ഇങ്ങനെ പോകണം. അപ്പോൾ ഞാൻ ബാക്കിൽ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കണം വരിക. കാരണം വെച്ചാൽ എനിക്ക് ഇവരെ സന്തോഷമല്ല എനിക്ക്. അങ്ങനെ ഉമ്മാനെ കൊണ്ട് നല്ല ഐസ്ക്രീം ഒക്കെ തിരിച്ചു. പിന്നെ നേരെ ചെയ്ത് അവിടെ അപ്പോൾ തന്നെ ഒരു ഇതുണ്ടായിരുന്നു, അവിടെ സ്റ്റേജ് ഷോ പ്രോഗ്രാം കിടന്നു. അപ്പം ഉമ്മ നോക്കുമ്പോൾ അമ്മയും ഓളും കൂടി ചെയ്ത് ഫുൾ എക്സൈറ്റ്മെൻറ്റിൽ രണ്ടാളും ഫുള്ള് ത്രില്ലിൽ. ഉമ്മയാണെങ്കിലോ ആ ദുബായിൽ വന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഹാപ്പിനെസ്സിൽ. എൻ്റെ ഉമ്മ ഫസ്റ്റാണ് ദുബായിക്ക് വരുന്നത് കേട്ടോ. ഓക്കെ 6 വർഷത്തിന് ഞാനും എൻ്റെ ഉമ്മാനെ കാണുന്നത് ആദ്യമായിട്ടാണ്. 6 വർഷത്തിന് ശേഷം കമ്പനിയെ കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചോദിച്ചാൽ എന്താണ് ഇത്ര പ്രശ്നം. ഓക്കെ എന്നാലും ഞാൻ പറയാം വെച്ചാൽ അത് കഴിഞ്ഞ് ബാസ്ക്കറ്റ് ബോൾ. ഞാൻ വലിയ കോളേജ് പ്ലെയർമാര് ബാസ്ക്കറ്റ് ബോളൊക്കെ അങ്ങനെ ചെയ്ത് 3-4 ബോളൊക്കെ എറിഞ്ഞ് നോക്കി ഞാൻ. പക്ഷേ എനിക്കിണ്ട കിട്ടണോ ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഉമ്മ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ നേരെ ചെയ്ത് ഉമ്മയും നേരെ എത്തിയത് ഉമ്മയും നേരെ 1-2 ബോളൊക്കെ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഉമ്മ തന്നെ. അപ്പോൾ ആ പെണ്ണാണെങ്കിൽ ഇത് കേട്ടിട്ട് ഫുള്ള് ഹാപ്പി മൂഡിൽ. അപ്പോൾ ഏതായാലും ഓക്കെ ഇത്രയും ബോൾ എറിഞ്ഞാൽ വേണ്ടത് ഞങ്ങൾക്ക് ഒരു ബനാന അവിടെ നിന്ന് കിട്ടി. ഓക്കെ ആ ബനാനം കിട്ടി, ഭയങ്കര ഹാപ്പിനെസ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി വേറെ എന്ത് ഗെയിം ഉണ്ട്. അപ്പോൾ പറഞ്ഞു ഓക്കെ ഉണ്ട് വേറെ ഗെയിം ഉണ്ടെന്ന്. അപ്പോൾ ഞാനൊരു ബോളിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനെന്തായാലും നമ്മളൊരു ക്രൈസാണ് ബോളിങ്. ഓക്കെ അപ്പോൾ ഞാൻ ബോളിങ് എറിഞ്ഞ് പിന്നെ നമ്മൾ മസ്തല്ലേ. അങ്ങനെ ഞാൻ ബോളിങ് എറിഞ്ഞ് എന്തായാലും എന്ത് ചെയ്ത് ഞങ്ങൾക്ക് ബോളിങ്ങിൽ ഞാൻ പറഞ്ഞ ഇനി പെണ്ണാണെങ്കിൽ ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഒന്നും പറഞ്ഞറിയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ചെക്കൻ്റെ വീട്ടിലെ ഉമ്മ വന്ന് ഉമ്മാനെ അവിടുന്ന് കൊണ്ടുവന്ന് ലാസ്റ്റ് നേരത്തെ ഈ ഇതൊക്കെ ഫ്രണ്ട്സുകളെ കൂടെ പോയിട്ടുള്ള ആ ഒരു ഇതല്ലേ ഉള്ളൂ. പക്ഷെ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ കൂടെ പോയിട്ട് ആ ഒരു കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ട്, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. സത്യം പറയാലോ ലൈഫിൽ ഒരു വട്ടെങ്കിലും നിങ്ങളെ സ്വന്തം ഉമ്മാനെറ്റ് കൊണ്ടുവന്ന് വൈഫിൻ്റെ കൂടെ ഒന്ന് പോയി ആ ഗ്ലോബൽ വില്ലേജ് ദുബായിൽ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാന്നുണ്ടല്ലോ, അതിന് ഏറ്റവും ലൈഫിൽ ഭാഗ്യപ്പെട്ടതാണ്. അതുപോലെ ഞാൻ പിന്നെ കാറിൻ്റെ ഒരാളാണല്ലോ, കാറിൻ്റെ ഒരു പിരാന്താണല്ലോ ഞാൻ. അവൻ്റെ ഇത് കാർ റേസിങ്ങിൻ്റെ കുറച്ച് ഇതുണ്ടായിരുന്നു അവിടെ, ഒരു ഗെയിം പോലത്തെ ഒറിജിനലാട്ടോ. അങ്ങനെ അത് കണ്ടു എൻ്റെ മോനെ. അതും കണ്ടിട്ട് ഞങ്ങൾ നേരെ ഇത് കറാമ ഫ്രെയിമിൻ്റെ കൂടി ഇങ്ങനെ വണ്ടി കൊണ്ട് നേരെ വന്നു. കഴിഞ്ഞൊരു ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഒരു പറപ്പിച്ച് വണ്ടി വിട്ട് വിശന്നിട്ടാണെങ്കിൽ നിൽക്കാനും വയ്യ. അങ്ങനെ ഞാൻ പറഞ്ഞു ഒരു മന്തി കഴിക്കുന്നത്. ഓക്കെ മന്തിയിൽ ഏറ്റവും നല്ല മന്തിയിൽ നമ്മൾ ധാരിയിലാണല്ലോ. അപ്പം ധാരിയിൽ നമ്മളെ ബൈത്തൽ മന്തി ഉണ്ട്, ഏതായാലും നല്ല ഫേമസ് ആണല്ലോ. അപ്പോൾ ഉമ്മാനെ കൊണ്ട് ഞാൻ ബേത്തൽ മന്തിയിൽ പോയി നല്ല ഉഷാറായിട്ട് ഇരുന്ന് ഉമ്മ ഇന്നത്തെ താഴെ ഇരിക്കണം. അപ്പോൾ പറഞ്ഞത് ഇവിടുത്തെ സ്റ്റൈലാണ് മന്തി ഇരിക്കുന്നത്. അങ്ങനെ രണ്ടാളും കൂടി അവിടെ ഇരുന്ന് നേരെ മന്തിയെല്ലാം മന്തി കഴിച്ച കഥ ഒന്നും പറയണ്ട. ഒരു മന്തി കഴിച്ച് പിന്നെ അപ്പോൾ പെണ്ണ് പറഞ്ഞു ഓക്കെ ഉമ്മാൻ്റെ മുഖം ഒന്ന് ഫേഷ്യൽ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മാൻ്റെ മുഖത്ത് എന്തൊക്കെയോ മാസ്കും കാര്യങ്ങളൊക്കെ പെണ്ണിടുന്നുണ്ട്. കാരണം വെച്ചാൽ പെണ്ണിനാണെങ്കിലോ ഇതൊക്കെ ഭയങ്കര കാര്യമാണ്. കാരണം വെച്ചാൽ ഉമ്മാനെ അണിഞ്ഞൊരുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കാരണം വെച്ചാൽ ഭാര്യമാരായാലും ഇങ്ങനെ ആയിരിക്കണം, നമ്മളെ സ്വന്തം പ്രസവിച്ച ഉമ്മാനെ ഇങ്ങനെ കെയർ ചെയ്ത് ഇത്രയും നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ അത്. അങ്ങനെ പിറ്റേ ദിവസമായി ഡേ 2 ഞങ്ങൾ പറഞ്ഞു ഓക്കെ ഇനി നമ്മളെ ഡിസേർട്ട് പോയിട്ട് നമ്മുടെ ബെല്ലി ഡാൻസും കാര്യങ്ങളൊക്കെ അത് കാണാം. അങ്ങനെ അവിടെ പോയി ഉമ്മ പറഞ്ഞു എൻ്റെ മോനെ എന്താണിത്, ഈ പെണ്ണെന്താ വേറെ ഡ്രസ്സൊന്നുമില്ല, അങ്ങനത്തെ ഒരു കഥ. വെച്ചാൽ ഉമ്മമാരൊക്കെ ആദ്യമായിട്ടല്ലേ കാണുന്നത്. എന്തായാലും വണ്ടിയിൽ
നേരെ ഇത് വീട്ടിൽ പോകാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കി. അങ്ങനെ ഇത് ഉമ്മയുടെ ഉമ്മ നേരെ കളയേണ്ട വാങ്ങ് കൊടുത്തിട്ടുണ്ട്, നിസ്കരിച്ചോളി എന്ന് പറഞ്ഞ് അങ്ങനെ ഉമ്മാൻ്റെ നിസ്കാരം കഴിഞ്ഞ് ഓക്കെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. നിങ്ങൾ ഹൈറായി ദുആ ചെയ്യുക നമ്മുടെ ഫാമിലിക്ക്.